നമ്മളോടൊപ്പം കൽപ്പറ്റ MLA ടി സിദ്ദിഖ് ചേരുകയാണ്. ഇപ്പോൾ ഡീനിൻ്റെ ഒരു അനുശോചന പ്രസംഗം വന്നിരിക്കുന്നു. താങ്കൾ അത് കണ്ടിരുന്നോ? ഞാൻ റിപ്പോർട്ടർ ചാനലിലൂടെ ഞാനിപ്പോൾ അനുശോചന യോഗം അതിൽ ഡോക്ടർ നാരായണൻ്റെ പ്രസംഗവും അനുശോചന പ്രമേയവും ഒക്കെ ഞാനിപ്പോൾ കാണുകയുണ്ടായി. ഞാനിപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അതിലൊരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു. ഇതിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രതികൾ മുഴുവൻ അതിൻ്റെ ആ അനുശോചന യോഗത്തിൻ്റെ മുൻനിരയിൽ അവരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൊല്ലാൻ നേതൃത്വം കൊടുത്തവരും കൊല്ലാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തവരും അതറിഞ്ഞതിന് ശേഷം ഈ പീഡനം മുതൽ മരണം വരെ അറിഞ്ഞതിന് ശേഷം അതിന് മൗനമായി പിന്തുണ കൊടുത്തവരുടെയും ഒരു അനുശോചന യോഗമായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. ഡോക്ടർ നാരായണൻ ഇതിൽ രണ്ട് കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, ഇതിൽ കേസ് നടക്കുന്നതായിരിക്കുന്ന പോലീസ് അന്വേഷണം നടക്കുന്നതായ സാഹചര്യത്തിൽ നമ്മൾ മരണത്തെക്കുറിച്ചൊന്നും തന്നെ ഈ അനുശോചന യോഗത്തിൽ സംസാരിക്കേണ്ടതില്ല. അനുശോചന യോഗത്തിൽ എന്ത് പറയണം, വിദ്യാർത്ഥികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ അവിടെ തടഞ്ഞു. ഡോക്ടർ നാരായണൻ ചെയ്ത പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, ഈ മരണത്തിൻ്റെ വൈകാരികത നിലനിൽക്കുന്ന സമയത്ത് മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ളതായിരിക്കുന്ന സഹപാഠികൾക്കും വിദ്യാർത്ഥികൾക്കും പറയാനുള്ള ഒരവസരമാണ് ഈ അനുശോചന യോഗം എന്നുള്ളത്. അവരുടെ അനുഭവങ്ങൾ, ആരായിരുന്നു സിദ്ധാർത്ഥ്, അവനെ എന്തിനു കൊല ചെയ്തു, അവനെ ഈ ഭൂമുഖത്ത് നിന്ന് നിഷ്കാസനം ചെയ്തത് ശരിയായില്ല എന്നൊക്കെ ഒരു വിദ്യാർത്ഥികൾക്ക് ആത്മരോഷവും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും പറയാനുള്ള ഒരു വേദിയാണ് അനുശോചനം. അനുശോചനം എന്ന് പറയുമ്പോൾ ഒരാളെക്കുറിച്ചുള്ള സത്യസന്ധമായ കാര്യങ്ങൾ മുഴുവൻ പറയാനുള്ള ഒരവസരമാണ്. ആ അവസരം അവിടെ നിഷേധിക്കപ്പെട്ടു. രണ്ടാമത് അദ്ദേഹം ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ നടന്ന സംഭവങ്ങൾ എന്ന് അദ്ദേഹം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു സാഹചര്യമുണ്ട്. സംഭവങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല. ആ സംഭവങ്ങളെ അമർച്ച ചെയ്യാനുള്ള ഒരു തൃഷ്ണ, ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുണ്ട്. ഒരു കാര്യം ഈ അനുശോചന പ്രസംഗത്തിലൂടെ വളരെ വ്യക്തമാവുകയാണ്. ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഈ മിടുക്കനായ വിദ്യാർത്ഥി അനുഭവിച്ചതായിരിക്കുന്ന കൊടിയ പീഡനത്തെക്കുറിച്ച് അധികാരികൾക്ക് കൃത്യമായിട്ടുള്ള വിവരമുണ്ടായിരുന്നു. രണ്ട്, സിദ്ധാർത്ഥിൻ്റെ മരണത്തിലെ പ്രതികൾ ഇവരൊക്കെയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഏകദേശ സമീപനം ഇവർക്കുണ്ടായിരുന്നു. ഇതൊന്നും പുറത്ത് എത്താതിരിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു കാര്യവും പുറത്തു പോകരുത് എന്നുള്ള നിർബന്ധവും ഇവർക്കുണ്ടായിരുന്നു. അതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് ഡോക്ടർ നാരായണൻ്റെ ഈ സ്പീച്ച് എന്നുള്ളത്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഡീനുമായിട്ട് സംസാരിച്ചിരുന്നോ? എന്തായിരുന്നു ഡീനിൻ്റെ ഒരു പ്രതികരണം? ഞാൻ ഡീനുമായി സംസാരിച്ചു. ഡീനുമായി സംസാരിച്ച വേളയിൽ ഡീൻ എന്നോട് ഒരു കാര്യവും പറഞ്ഞില്ല. ഡീൻ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ട്. ഞാൻ ഒരു സുഹൃത്തു വഴിയാണ് ഡീനുമായി സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഇവിടെ ഈ മരണവുമായി ഞാൻ ചോദിച്ചു, പോലീസിനെ വിളിച്ചോ, ഇൻക്വസ്റ്റ് നടപടികൾക്ക് കുടുംബവുമായി ബന്ധപ്പെട്ടോ, പോസ്റ്റ്മോർട്ടത്തിനുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഞാനതിൽ പോലീസിനെ വിളിക്കാം, ഞാനതിൽ ഹോസ്പിറ്റലിൽ വിളിച്ച് പോസ്റ്റ്മോർട്ടത്തിനുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്യാം, അനുബന്ധ കാര്യങ്ങൾ ചെയ്യാം. സ്വാഭാവികമായി ഒരു കുട്ടി മരിച്ചു, ഹാങ് ചെയ്തു എന്നുള്ളതായിരിക്കുന്ന ഒരു സാധാരണ ഇൻഫർമേഷൻ അല്ലാതെ മറ്റൊരു കാര്യവും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, കുടുംബം വന്നതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് പറഞ്ഞു. അപ്പോഴും ഈ കുട്ടി മരണപ്പെട്ടതായിരിക്കുന്നു. ഞാൻ അവിടുത്തെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് മെമ്പറാണ്. ഞാൻ ലോക്കൽ MLA ആണ്. സ്വാഭാവികമായും അവിടെ നടന്ന സംഭവങ്ങൾ, ഈ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് എന്നോട് പറയാനുള്ളതായിരിക്കുന്ന ഒരു ചെറിയ വൈകാരികത പോലും ഡോക്ടർ നാരായണൻ ഉണ്ടായിട്ടില്ല. അതിലെനിക്ക് അദ്ദേഹത്തോട് വിഷമമുണ്ട്. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരടിച്ചമർത്തലിൻ്റെ ഇരയായി അവിടുത്തെ അധ്യാപകരും ഭീഷണിയുടെ നിഴലിലേക്ക് വന്നു എന്നുള്ളതാണ്. ആ ഭീഷണി അവരുടെ പ്രവർത്തനത്തിൽ, അവരുടെ സംസാരത്തിൽ ഒക്കെ നിഴലിക്കുകയാണ്. പേടിയാണ്, ഭയമാണ് അവർക്ക്. ആ ഭയമാണ് ഈ അടിച്ചമർത്തലിൻ്റെ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഇരകളായി അധ്യാപകരടക്കം അതിൻ്റെ കൂടെ നിൽക്കുന്നു.